BJPയുടെ ഒരു രീതി എന്നുള്ളത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ. പക്ഷേ ആ സമയം എന്നുള്ളത് അത് കാലക്രമേണ അതിങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. അത് അവർ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. അപ്പോഴാണ് അവർക്ക് ആ സമയമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോഴാണ് വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഒരു സമയമായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ പിന്നിൽ അത് കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയാണ്. അത് തന്നെയാണ് ഇത്രയും നേരം സനിശേട്ടൻ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. അത് 2029 തിരഞ്ഞെടുപ്പാണ്. നേരത്തെ തന്നെ ഈ വനിതാ സംവരണ ബിൽ നടപ്പാക്കുവാൻ വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവകാശപ്പെട്ടിട്ടാണ് 33% സംവരണം നൽകിക്കൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടത്താം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്നൊന്നും മൗനം, വലിയ മൗനം തുടരുകയായിരുന്നു അവർ. അന്ന് അത് നടപ്പാക്കാൻ തയ്യാറായില്ല. ഇന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ എന്നുള്ളത്, ഈ വനിതാ സംവരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ എന്നുള്ളത് ആദ്യം സെൻസസ്, പിന്നെ ഒന്ന് മണ്ഡല പുനർനിർണ്ണയം, പിന്നെ ഈ വനിതാ സംവരണം. ഇതാണ് ഈ ഓർഡർ. ഈ ഓർഡറിൽ ആദ്യം ഈ വനിതാ സംവരണം എടുത്തിട്ട് മുന്നേ വെക്കുകയാണ്. മുന്നേ വെച്ചിട്ട് വലിയ ഡയലോഗുകൾ, വലിയ ഹൃദയത്തിൽ തൊടുന്ന ചില ഡയലോഗുകൾ, സ്ത്രീകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യേണ്ട സമയമായിരിക്കുന്നു, ഇതിനെ പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവരാണ് വലിയ വഞ്ചകർ എന്നടക്കമുള്ള ഇവരെ വിശ്വസിക്കുന്നതായിട്ടുള്ള വലിയ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരുപാട് ജനത ഇവിടെ ഉണ്ട്. അങ്ങനെയാണല്ലോ ഇവരൊക്കെ നേതാക്കളാവുന്നത്. ഇവരെ പിന്തുണയ്ക്കുകയും ഇവരെ പിന്തുടരുകയും അവരുടെ വാക്കുകൾ അതുപോലെ അനുവർത്തിക്കുകയും ചെയ്യുന്നതാണല്ലോ ഇവരുടെ അണികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് കേട്ടിട്ട് ഇത് മാത്രം വിശ്വസിക്കുന്ന, അതിൻ്റെ മറ്റ് അടരുകളിലേക്ക് പോകാത്ത ഒരുപാട് ജനവിഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആ കണക്കിന് കൂട്ടരുത്. കാരണം ഇവിടെയുള്ളവർ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ തന്നെ സ്റ്റാലിൻ DMK മുന്നിട്ടിറങ്ങി ചെന്നൈയിലൊരു യോഗം വിളിക്കുകയുണ്ടായി. ഈ പറയുന്ന പോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ മുഖ്യമന്ത്രിമാരും അതിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിഷേധം ഇവിടെ ഉയർത്തി നേരത്തെ തന്നെ ഇത് കാലേ കൂട്ടി മുന്നേ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതിൽ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ ജ്വാല ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മുഖവിലേക്കെടുക്കാതെ നിലവിൽ അത് തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനിതാ സംവരണം എന്നുള്ളൊരു കാര്യം എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മറവിൽ ഇത് നടത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. 2029 അവർക്കത് ഗുണം ചെയ്യും എന്ന് മാത്രം കണ്ടുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അതിൽ അധികാരാധീശത്വം മാത്രമാണ് അതുള്ളത്. അതൊരു ഏക ശക്തിയായി അവർ വളരാൻ മാത്രമാണ് അവരതിനെ കൊണ്ട് ഉപകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തന്നെ സനീഷേട്ടൻ പറയുന്നത് പോലെ ആർക്കും വനിതാ സംവരണം നടപ്പാക്കേണ്ട എന്നില്ല, ആർക്കും മണ്ഡല പുനർനിർണ്ണയം നടപ്പാക്കേണ്ട എന്ന കാര്യവുമില്ല. ഈ പറയുന്ന പോലെ ഇത് നിലവിലത്തെ പ്രകാരം നിലവിൽ മണ്ഡലങ്ങളൊക്കെ ഇവിടെ നിശ്ചയിച്ചിരിക്കുകയും അന്ന് 71-ൽ 54% മാത്രമായിരുന്നു അന്നത്തെ നമ്മുടെ 54 കോടി മാത്രമായിരുന്നു നമ്മുടെ ജനസംഖ്യ. ഇന്നത് ഇത്രയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ നടക്കേണ്ടതാണ്. പക്ഷേ അതിങ്ങനെയല്ല നടക്കേണ്ടത് എന്നുള്ളതാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.